രാഹുൽ ഗാന്ധിയെ വി.ഡി. സതീശൻ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രിയങ്ക ഗാന്ധി കേരളീയ ശൈലിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരിക്കുന്നത്. വയനാടിന്റെ MP ആണ്. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായവും നിർണായകമായി എന്നതുകൂടി നമുക്ക് ഈ ഒരു ദൃശ്യം കാണുമ്പോൾ ഓർക്കാം. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തിയിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ നേരത്തെ സ്വീകരിച്ചു. അല്പസമയം മുൻപാണ് വിമാനത്താവളത്തിൽ വി.ഡി. സതീശൻ അവരെ സ്വീകരിച്ചത്. 9:30-ക്കാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഒരു 7 മിനിറ്റ് മുൻപുള്ള ദൃശ്യമാണിത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് എല്ലാവരും പോകുന്ന ആ ഒരു സമയമാണ്. 10 മണിക്കാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേരളീയ വേഷത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. കേരളത്തിന്റെ മകളാണ് പ്രിയങ്ക എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേരളവും വയനാടും ഞങ്ങൾക്ക് കുടുംബം പോലെ തന്നെയാണ്. അപ്പോൾ ആ കുടുംബത്തിലെ ഒരു ചടങ്ങിനാണ് ഇരുവരും എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അധിക സമയമില്ല. 29 മിനിറ്റ് മാത്രം. ഒരു കൗണ്ട് ഡൗണിലേക്ക് നമുക്ക് കടക്കാം. 28 മിനിറ്റ് മാത്രം. എസ് വിജയകുമാർ, 28 മിനിറ്റേ ഉള്ളൂ. എല്ലാവരും എത്തിക്കഴിഞ്ഞു. കേരളീയ വേഷത്തിലാണ്. നീല ബ്ലൗസും കസവ് സാരിയും ഒക്കെ എടുത്താണ് പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നത്. ഹലോ അസോസിയേഷൻ അതാണ് സുജിയ. നമ്മൾ അരമണിക്കൂറില്ല, 28 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ നിൽക്കുന്ന VIP ഗേറ്റിന്റെ മുൻഭാഗത്തോടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കടന്നുപോയി. ഒരു നിയുക്ത മന്ത്രി സുജയെ അന്വേഷിച്ചിട്ടുണ്ട്. വിജയ ക്ലാസ് PK ബഷീർ കേട്ടല്ലോ. സുജയ പറഞ്ഞു. സുജയെ എനിക്ക് കേൾക്കാൻ വയ്യ. എന്തായാലും സുജിയ PK ബഷീർ സുജയെ അന്വേഷിച്ചു എന്ന് വേണു ബാലകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അന്വേഷണം അറിയിക്കുകയാണ്. വേണു ബാലകൃഷ്ണനുമായി നേരത്തെ PK ബഷീർ ഒരു ഹ്രസ്വ സംഭാഷണം നടത്തിയിരുന്നു അല്ലേ? ഒരു ഹ്രസ്വ സംഭാഷണ മധ്യേ സുജയെ തിരക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇനി അല്പസമയത്തിനകം ഇതുവഴിയാണോ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും വരിക എന്നറിയില്ല. കന്റോൺമെന്റ് ഗേറ്റ് വഴി VVIPകളുടെ ഒരു ഗേറ്റ്, ഒരു VVIP ഗേറ്റ് കന്റോൺമെന്റ് ഗേറ്റിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു പക്ഷേ നേതാക്കൾ അതിലേ ആയിരിക്കും പോവുക. എന്തായാലും അവിടെ ആളുകൾ ആ ഗേറ്റ് വഴി കടന്നു പോകുന്നുണ്ട്. നേരത്തെ ദൃശ്യങ്ങളിൽ കൊടുക്കാൻ കഴിഞ്ഞോ എന്നറിയില്ല. പക്ഷേ സുജയ പാർവതി, G സുധാകരൻ വന്നിരുന്നു. അതെ, സംസാരിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഓണയർ ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശദമായി തന്നെ സംസാരിച്ചിരുന്നു സുധാകരൻ സാറിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഓണയർ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ചോദ്യം ചോദിക്കുമായിരുന്നു അല്ലേ വിജയ? ആ ചോദ്യം എന്താ? പ്രതിപക്ഷ നേതാവിനോട് എന്താ പറയുന്നത്? പ്രതിപക്ഷ നേതാവിനോട് എന്താ പറയാനുള്ളത്? വേണു പക്ഷേ ഞാൻ ചോദിച്ചു വരുന്നു, അങ്ങയുടെ പഴയ സഹപ്രവർത്തകരൊക്കെ പ്രതിപക്ഷ നിരയിൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു, വേറൊന്നും പറഞ്ഞില്ല എന്ന് തോന്നും. വലിയ തിരക്കായിരുന്നു. അതെല്ലാം പോയിട്ടുണ്ട്, അതെല്ലാം ജനം കണ്ടിട്ടുണ്ട്. KM ഷാജിയുടെ പ്രതികരണം. അല്ല, ആ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇനി പറയണത് തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളും അതിൻ്റെ പേരിൽ, തെരഞ്ഞെടുത്തതിൻ്റെ പേരിൽ, എനിക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് സങ്കടം ഉണ്ടാവില്ല. കോഴിക്കോടിന് മന്ത്രിയില്ലാത്ത ക്ഷീണം കോഴിക്കോട്ടുകാരനായ KM ഷാജി തീർക്കുമെന്നാണ് UDF. അങ്ങനെ സ്റ്റേറ്റിന്, ജില്ലക്കൊരു മന്ത്രി ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. സ്റ്റേറ്റിനാണ് മന്ത്രി. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടത് KM ഷാജിയുടെ, നിയുക്ത മന്ത്രിയുടെ പ്രതികരണമാണ്. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് DKയുടെ ദൃശ്യമാണ്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം തൊട്ടു പിന്നാലെ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ളവർ ഉണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. രമേശ് ചെന്നിത്തലയുടെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കുള്ള ഗ്രാൻഡ് എൻട്രി. അദ്ദേഹം വരുമ്പോൾ ത്രിവർണ്ണ കടലാസ് പൂക്കളാൽ അദ്ദേഹത്തെ ഒരു അർച്ചന നടത്തി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആ ഒരു എൻട്രി എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് നമ്മൾ കണ്ടത്. മുരളീധരൻ, നിയുക്ത മന്ത്രി മുരളീധരൻ എത്തുന്നു. അദ്ദേഹം രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തിയാക്കി ഇതാ എത്തുകയാണ്. മുഖത്തൊരു നിറഞ്ഞ ചിരിയുണ്ട്. അത് ആരോഗ്യവും ദേവസ്വവും കിട്ടിയതിന്റെ ഒരു ചിരിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആഗ്രഹിച്ച വകുപ്പുകൾ തന്നെ കിട്ടിയിരിക്കുകയാണ്. വൈദ്യുതി കയ്യിൽ പോയി, ആരോഗ്യം വന്നപ്പോൾ ആ മുഖത്ത് നല്ല ചിരിയും വന്നു. സെൽഫി എടുക്കാനുള്ള തിക്കും തിരക്കുമാണ്. ഇതിപ്പോൾ ആരുടെയൊക്കെ കൂടെ സെൽഫി എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ പക്ഷേ അവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകർക്ക് ഉണ്ടാകാം. അബിൻ വർക്കി ആറന്മുളയിൽ അട്ടിമറി വിജയമാണ് നേടിയത്. അങ്ങനെ നേതാക്കൾ ഒപ്പമെത്തുന്ന ഒരു കാഴ്ച അത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. മുരളീധരൻ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് അതിലേക്ക്. തീർച്ചയായും വലിയ സന്തോഷത്തിലാണ് മുരളീധരൻ. അദ്ദേഹം
ദാ ഇപ്പോൾ ഏറനാട് MLA നിയുക്ത മന്ത്രി PK ബഷീർ എത്തുകയാണ്. നേരത്തെ SV ജയകുമാറും അതുപോലെ തന്നെ വേണുബാലകൃഷ്ണൻ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞായിരുന്നു. എന്തിനാണോ എന്തോ. അപ്പോൾ അദ്ദേഹം മന്ത്രിയാകണമെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. ദാ നമ്മുടെ PC വിഷ്ണുനാഥ്, നമ്മുടെ കുണ്ടറയുടെ സ്വന്തം, കേരളത്തിന്റെ സ്വന്തം PC വിഷ്ണുനാഥ് എത്തുകയാണ്. ടൂറിസം സാംസ്കാരിക മന്ത്രിയായിട്ടാണ് വിഷ്ണുവിന്റെ വരവ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും കിടുക്കൻ മന്ത്രിമാരിൽ ഒരാളായിരിക്കും വിഷ്ണുനാഥ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. രമേശ് ചെന്നിത്തല ഏറ്റവും ജനകീയനായി മാറുകയാണ്. അദ്ദേഹം മന്ത്രി പദവിയിലേക്ക് വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തിനായി മുറവിളി കൂട്ടിയ അദ്ദേഹം ഉണ്ടാകണം, മുഖ്യമന്ത്രിയായി അദ്ദേഹം വരണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം മന്ത്രി പദവിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം ദാ PC വിഷ്ണുനാഥ് രമേശ് ചെന്നിത്തലയെ ആലിംഗനം ചെയ്യുന്നു. മന്ത്രിമാർക്കിടയിലെ ഒരു സ്നേഹാശ്ലേഷമാണത്. മന്ത്രിസഭയിൽ എപ്പോഴും ഒരു വെള്ളിയേട്ടനായി ഒപ്പമുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകലാണോ രമേശ് ചെന്നിത്തല PC വിഷ്ണുനാഥിന് ആ ആലിംഗനത്തിലൂടെ കൊടുത്തിരിക്കുന്നത്? അതാണ് അറിയേണ്ടത്. എല്ലാവർക്കും ഒപ്പം വെള്ളിയേട്ടനായി ഞാനുണ്ടാകും എന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പോൾ ആ വെള്ളിയേട്ടൻ ചേർത്ത് നിർത്തുകയാണ് കുഞ്ഞനിയനെ, PC വിഷ്ണുനാഥിനെ. സന്തോഷകരമായ കാഴ്ച. റോജി റോക്ക് സ്റ്റാർ ആകുമോ ഈ മന്ത്രിസഭയിൽ? റോജി എന്നുള്ളതാണ് അറിയേണ്ടത്. ചെറുപ്പത്തിന്റെ ചുറുചുറുക്ക് അത് ഈ മന്ത്രിസഭയിൽ ആവോളമുണ്ട്. അത് കന്നിക്കാരാണ് എന്ന് കരുതി ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കന്നിക്കാർ അത് അംഗം വെട്ടി ജയിച്ച ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഒപ്പം എത്തിയവർ, അബിൻ വർക്കി, നമുക്ക് ദൃശ്യങ്ങളിൽ എല്ലാവരെയും കാണാം. VK ശ്രീകണ്ഠൻ, K തുളസി മന്ത്രിസഭയിലേക്ക് എത്തുന്നത് അവർ തന്നെ സത്യപ്രതിജ്ഞ കാണാൻ വന്നതാണ്, പക്ഷേ മന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഞെട്ടൽ ബിഗ് ടിവിയിലൂടെ രാവിലെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. നിയുക്ത മന്ത്രിമാരൊക്കെ എത്തിയിരിക്കുന്നു. അവർ പരസ്പരം സ്നേഹം പങ്കിടുന്ന ദൃശ്യം നമുക്ക് കാണാം. ഇനി വരാനുള്ളത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇനി എല്ലാവർക്കും കാത്തിരിപ്പിന്റെ ഒരു സമയം അത് അവസാനിക്കാറായി എന്ന് നമുക്ക് കൃത്യമായി പറയാം. ഇനി 23 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനകം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അടക്കം മോൻസ് ജോസഫ് അടക്കമുള്ളവർ വളരെ നേരത്തെ അവിടെ എത്തിയിരുന്നു. ഒപ്പം തന്നെ സംഘാടകർ എല്ലാ ഒരുക്കങ്ങളും കൃത്യമല്ലേ, എല്ലാം ചെക്ക് ചെയ്യുന്നു, എല്ലാം കൃത്യമല്ലേ എന്ന് ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നേതാക്കളെ ഒന്നുകൂടി കാണാൻ അടുത്തേക്ക് ഓടിയെത്തുന്ന പ്രവർത്തകരുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൃത്യമായി അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങിപ്പോകേണ്ട സമയമാണ്. ചീഫ് സെക്രട്ടറി ഒക്കെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചീഫ് സെക്രട്ടറിയും കളക്ടറും അടക്കമുള്ള ആളുകൾ എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തുന്നുണ്ട്. ഇതിൽ മോൻസ് ജോസഫും രമേശ് ചെന്നിത്തലയും തമ്മിൽ എന്തോ കുശലം പറയുന്നുണ്ട്. ചേട്ടനും പഴയ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ തമ്മിൽ PC വിഷ്ണുനാഥിനോടൊരു സ്നേഹാശ്ലേഷമാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ രണ്ടുപേർക്കും പണ്ടേ പരിചയമുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മോൻസും രമേശ് ചെന്നിത്തലയും സംസാരിക്കുന്നത് അതൊരു രാഷ്ട്രീയ ചർച്ച തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വരവിനായിട്ടാണ്, VD സതീശന്റെ വരവിനായിട്ടാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ വരുന്നതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ VD ക്യാബിനറ്റിൽ അതിൽ സ്റ്റാറായി രമേശ് ചെന്നിത്തല മാറുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം എത്തി രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് PK ബഷീറും ബിനോയ് വിശ്വവും സൗഹൃദം പങ്കിടുന്നതാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവിടെ എത്തിയിട്ടുണ്ട്. മുൻമന്ത്രി K രാജനെ നമ്മൾ നേരത്തെ കണ്ടു. GR അനിലിനെ കണ്ടു.